Some filmmakers document life, some others breathe life into their frames. For almost 4 decades, this filmmaker has, I don't know how to say, mastered this alchemy of changing the mundane around us into living characters that touches you pretty deep. The stories or the cinemas, they are just not narrations. We often feel a pang, a pain, they whisper, they erupt the chaos of what we call life. 1986 ഒരു കവിത പോലെ സുന്ദരമായ മിഴിനീർ പൂവുകൾ എന്ന സിനിമ മുതൽ കഴിഞ്ഞ വർഷം ഏകദേശം ഒരു 3 വർഷത്തെ ഗ്യാപ്പ് എന്നാണ് ഞാൻ വായിച്ചത്. ഗ്യാപ്പിന് ശേഷം ഒരു സോഷ്യൽ ഇഷ്യൂവിനെ വളരെ ജെൻറ്റിലായിട്ട് ഒരു സട്ടിലായിട്ട് പ്രസൻറ്റ് ചെയ്ത് വിവേകാനന്ദൻ വൈറലാണ് എന്ന സിനിമ വരെ മലയാളിക്ക് സമ്മാനിച്ച ഒരുപാട് മനസ്സിനോട് ചേർത്ത് വയ്ക്കുന്ന ക്യാരക്ടേഴ്സിനെ മലയാളത്തിന് ഗിഫ്റ്റ് ചെയ്ത പ്രിയ സംവിധായകൻ കമൽ ജോയിനിങ് ആസ് ഓൺ ദ നെക്സ്റ്റ് ഗസ്റ്റ് ഫ്രം 973 ഷോ. സർ നമസ്കാരം. Thank you so much for taking your time. Welcome to Bahrain. I think after many years. Many years, അല്ലേ? More than 15 to 16 years back. അപ്പം ബഹ്റൈൻ കണ്ടു കാണത്തില്ല, വന്നതല്ലേ ഉള്ളൂ. എന്തായാലും ചേഞ്ച് ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ. അപ്പോൾ ഈ 2 ദിവസത്തെ ഷോർട്ട് ട്രിപ്പിൽ താങ്ക് യു ഫോർ ഗിവിങ് അസ് ദിസ് ഓപ്പർച്യൂണിറ്റി. സാറിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്ത ഒരുപാട് പേര് ഹു ഹാഡ് ലേൺഡ് ദി ആർട്ട് ഓഫ് ഫിലിം മേക്കിംഗ് ഫ്രം യു ഇന്ന് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പൊസിഷൻസിലിരിക്കുന്നു. ആ വളർച്ച ഈ ഒരു ഫീൽഡിൽ അതെങ്ങനെ നോക്കിക്കാണും? ആക്ച്വലി ഐ എം പ്രൗഡ് ഓഫ് ഇറ്റ്. കാരണം എൻ്റെ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വെരി ബിഗിനിങ് മുതൽ ഒരുപാട് പേര് ഇപ്പോൾ മലയാള സിനിമയിൽ പല രീതിയിലും എസ്റ്റാബ്ലിഷ്ഡ് ആണ്. നമുക്കറിയാം ചില അസിസ്റ്റൻസ് അസിസ്റ്റ് ചെയ്യാൻ വന്നിട്ട് പിന്നെ ആക്ടേഴ്സായി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദിലീപ്, ഷൈൻ ടോം ചാക്കോ ഒക്കെ മലയാളത്തിലെ വലിയ ആക്ടേഴ്സായിട്ട് മാറി. അതിലും വലിയ സന്തോഷമുണ്ട്. അല്ലാതെ ഡയറക്ടേഴ്സ് ലാൽ ജോസ്, അങ്ങനെ ഒരുപാട് പേര്. എനിക്ക് തോന്നുന്നത് അതിനിപ്പോൾ ഞാൻ അതിൻ്റെ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തിട്ടൊന്നുമല്ല. ഒന്ന് ഞാൻ അവരെ പിക്ക് ചെയ്തത്, ചൂസ് ചെയ്യുന്നത് കുറച്ച് കെയർഫുള്ളായിട്ടാണ് ഞാൻ എൻ്റെ അസിസ്റ്റൻസിനെയൊക്കെ ചൂസ് ചെയ്യുന്നത്. കാരണം പിന്നെ ബിഗിനിങ് സ്റ്റേജിലേക്ക് ഒരുപാട് അസിസ്റ്റൻസ് വരും. സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്ന് ആഗ്രഹിച്ചിട്ട് വരുന്ന അസിസ്റ്റൻസാണ്. അപ്പോൾ ഞാൻ എല്ലാവർക്കും ചാൻസ് കൊടുക്കും. ഓക്കെ, നിങ്ങൾ ഒരു ദിവസം ഒരു പടത്തിലോ 2 പടത്തിലോ വർക്ക് ചെയ്യാൻ നോക്കട്ടെ എന്ന് പറയും. 1-2 പടം കഴിയുമ്പോൾ അവർ ഇതിന് കേപ്പബിൾ അല്ലെങ്കിൽ ഞാൻ കഴിയുന്നതും അവരോട് പറയും നിങ്ങൾ ഏതെങ്കിലും വേറെ പണിക്ക് പോയിക്കോളൂ. നല്ല കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ കൂടുതൽ ഗ്രൂം ചെയ്യാനായിട്ട് എൻ്റെ രീതിയിൽ. ഇപ്പോൾ ഗ്രൂമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു സിസ്റ്റമാറ്റിക് ഇതൊന്നുമില്ല. കാരണം അവർ നമ്മളുടെ ഒരു ഷൂട്ടിംഗ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് എങ്ങനെയാണ് അവർ ഗ്രാസ്പ് ചെയ്തിട്ട് അവരുടേതായ സ്റ്റൈൽ. ഞാൻ അവരോട് പറയുന്ന ഒരേ ഒരു കാര്യമാണ്, ഡോണ്ട് ഇമിറ്റേറ്റ് മീ. ഞാനിപ്പോൾ ഒരു ഷോട്ട് എടുക്കണമെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അതുപോലെ അനുകരിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് എന്നോട് തന്നെ ചൂണ്ടിക്കാണിക്കണം നിങ്ങൾ. അതല്ല ഡയറക്ടറോട് അല്ലെങ്കിൽ കമൽ സാറിനോട് എങ്ങനെ ഞങ്ങളത് പറയും, എന്നിട്ട് പിന്നെ പടം റിലീസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിരുന്നു എന്ന് പറയരുത്. അപ്പം ഞാൻ ചെയ്യുന്നത് ചിലപ്പോൾ ശരിയായിരിക്കില്ല, പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള എല്ലാ ഫ്രീഡും ഉണ്ട് എന്നെ തിരുത്താനും അതുപോലെ തന്നെ ഇത് ചെയ്യുന്നു. അത് ആദ്യമൊക്കെ അവർക്ക് മടിയായിരിക്കും. പിന്നെ ഞാൻ തന്നെ അവരോട് വീണ്ടും പറയുമ്പോൾ ഒരു ഷോട്ട് എടുത്തിട്ട് തന്നെ അവരോട് ചോദിക്കും, ഇത് കറക്റ്റായിരുന്നോ, ഈ ഷോട്ട് ഇങ്ങനെ എടുക്കാമായിരുന്നോ, വേറെ എന്തെങ്കിലും ഇതുണ്ടോ നിങ്ങൾക്ക്. അപ്പോൾ അവർ ഐഡിയാസൊക്കെ പറയും, ഇങ്ങനെ എടുത്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക്. അപ്പോൾ എനിക്ക് അങ്ങനെ ബെറ്ററായിട്ട് തോന്നി ഞാൻ റീടേക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗ്രൂമിങ് അല്ലാതെ ഞാൻ അവരെ പഠിപ്പിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ കാര്യം. അത് പിന്നെ ഞാൻ വിചാരിക്കുന്ന ഒരു ലക്കാണ് കൂടിയാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്തവരൊക്കെ വലിയ ആൾക്കാരായി. ഇപ്പോൾ ഡയറക്ടേഴ്സ് തന്നെ നമുക്കറിയാമല്ലോ, ഒരുപാട് പേരുണ്ട്. അത് വേറെ എനിക്കുള്ള മലയാള സിനിമയിൽ അത്രയും എന്നെപ്പോലെ എൻ്റെ ഒരു ഇതിലുള്ള സ്റ്റേറ്റസിലുള്ള ഡയറക്ടേഴ്സിൽ അത്രയും അടുത്ത ജനറേഷന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഡയറക്ടേഴ്സ് അത്ര വന്നിട്ടില്ല. അതൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതൊരു വലിയ സന്തോഷം തന്നെ. എപ്പോഴും നമ്മളൊരു സെക്കൻഡ് ലൈനിൽ ഡെവലപ്പ് ചെയ്യുന്നതിലാണല്ലോ ഒരു സക്സസ് ഓഫ് എ വെറ്ററൻ എന്നൊക്കെ പറയുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം എടുത്ത് ചോദിച്ചത്. ഇൻഡീഡ്, കമ്മിങ് ടു യുവർ സിനിമാസ്, യുവർ സ്റ്റോറീസ്, പല ക്യാരക്ടേഴ്സും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മനസ്സിലിങ്ങനെ തറച്ചു നിൽക്കുന്ന ക്യാരക്ടേഴ്സ്, എസ്പെഷ്യലി എക്സ്പാറ്റ്സിന് അല്ലെങ്കിൽ പ്രവാസികൾക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗദാമ പോലെയുള്ള ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ കൃഷ്ണകുടി, അങ്ങനെയൊക്കെയുള്ള സിനിമകളിലെ കഥകൾ എപ്പോഴും ഹ്യൂമൻ എലിമെൻറ്റിനൊരു ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട്. അതൊരു സ്റ്റൈലാണോ, ഒരു ഫോമുലയാണോ, അതോ നാച്ചുറലായിട്ട് വന്നു പോയതാണോ? ഈവൻ ഈ ലേറ്റസ്റ്റ് വൈറൽ ലൈക്ക് ഷൈനെ വെച്ചെടുത്ത മൂവി പോലും ഒരു ഹ്യൂമൻ എലിമെൻ്റ് ഉണ്ട് അതിൽ. അത് പർപ്പസ്ഫുള്ളായിട്ട് ചെയ്യുന്നതാണോ അങ്ങനെയുള്ള സ്റ്റോറീസ്, അതോ ഇസ് ദാറ്റ് യുവർ ഫോർമുല, ഇസ് ദാറ്റ് യുവർ സക്സസ് ഫോർമുല?
പേർപ്പസ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സിനിമ എടുക്കണം എന്നുള്ളത് ഞാനൊന്നും ആലോചിക്കാറില്ല. ഞാൻ ആലോചിക്കുന്ന ഓരോ സിനിമകൾ കഴിയുമ്പോഴും എനിക്ക് എന്താണ് പറയാനുള്ളത്, അടുത്തൊരു സിനിമയിലൂടെ ഞാൻ എന്താണ് പറയേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ എപ്പോഴും ഞാൻ വന്ന് അവസാനിക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യബന്ധങ്ങളുടെ കഥ പറയാമെന്നുള്ളത്. ഒരു ഹ്യൂമൻ റിലേഷൻഷിപ്സ്, അവരുടെ എന്താ പറയുക, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. സ്ത്രീകളുടെ പ്രശ്നങ്ങളുണ്ടാവും, അതല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുണ്ടാകുന്ന ഇതുണ്ടാവും. പിന്നെ സോഷ്യലായിട്ട് അപ്പം നടന്നുള്ള ഒരു കണ്ടംപററി ആയിട്ട് ഓരോ കാലഘട്ടത്തിലെ സിനിമകളാണല്ലോ നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഞാനൊരു 30 years ബാക്ക് എടുത്ത സിനിമയുടെ ഒരു രീതിയിലായിരിക്കില്ല ഇപ്പോൾ സൊസൈറ്റി ഉള്ളത്. അപ്പോൾ ആ സൊസൈറ്റിയിൽ വന്നിട്ടുള്ള മാറ്റം. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഞാൻ എപ്പോഴും കുറച്ചൊന്ന് അഡ്വാൻസ്ഡായിട്ട് ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും എൻ്റെ സിനിമകളെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാലത്തിന് മുമ്പേ വന്ന സബ്ജക്റ്റാണെന്നൊക്കെ പറയുന്ന പല സിനിമകളുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മഞ്ഞുപോലൊരു പെൺകുട്ടി എന്ന് പറയുന്ന സിനിമ ഞാൻ ചെയ്തു. ആ ചെയ്ത സമയത്ത് ചൈൽഡ് അബ്യൂസാണ് ആക്ച്വലി വിഷയം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നിപ്പോൾ നമ്മൾ ഇന്ത്യയിലും കേരളത്തിലും എസ്പെഷ്യലി ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇതാണ്. അന്ന് ആ സിനിമ ചെയ്തപ്പോൾ അത് ആൾക്കാർക്ക് സ്ക്രീനിൽ കാണാനായിട്ട്, എസ്പെഷ്യലി നമ്മുടെ ഫാമിലിക്കൊക്കെ അത് കാണാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊരു വലിയൊരു കമേഴ്ഷ്യൽ സക്സസ് ആയിരുന്നില്ല ആ സിനിമ. അവർക്ക് അതിനോടൊരു ഭീതിയോടുകൂടിയാണ് ആ സിനിമയെ അവർ കണ്ടത്. കാരണം ഒരു പ്രായപൂർത്തിയാവാത്തൊരു പെൺകുട്ടി, സ്കൂൾ സ്റ്റുഡൻറ്റ് പെൺകുട്ടി, അവളുടെ വീട്ടിൻ്റെ അകത്ത് അനുഭവിക്കേണ്ടി വരുന്ന, സ്റ്റെപ്പ് ഫാദറിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്നതാണല്ലോ. അമ്മയോട് ഇതെങ്ങനെ പറയുന്നുള്ളൊരു ട്രോമ ആ കുട്ടി അനുഭവിക്കുന്നു. അത് ആ കുട്ടികൾ അഡ്വാൻസ്ഡ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവൾ തന്നെ പ്രതികരിക്കാൻ തീരുമാനിക്കുകയാണ് അതിൽ, അവളുടെ ഫ്രണ്ടുമായിട്ടൊക്കെ ചേർന്നിട്ട്. അത് അവർക്ക് അറിയില്ല, അവരുടെ ഒരു ചൈൽഡിഷ്നെസ് കൊണ്ട് തന്നെ അവർ അതിന് തിരഞ്ഞെടുത്ത വഴി ശരിയായിരുന്നില്ല എന്നുള്ളത് ശരിയാണ്. കാരണം വേറെ ആളെ കൊണ്ട് കൊല്ലിക്കാനായിട്ട് അവർ ശ്രമിക്കുക എന്ന് പറയുന്ന ഒരു സാധനം, കാരണം അവർക്ക് അന്ന് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇന്നൊരു പക്ഷേ ആ കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ അവർ ബോൾഡാണെങ്കിൽ അവർ തന്നെ സ്വയം അയാളെ അത് വേറാണ് കുറച്ചും കൂടി. അപ്പം അങ്ങനെ, അപ്പോൾ അത് കാലത്തിന് മുമ്പേ അങ്ങനെയുള്ള ചില സിനിമകൾ ഇതാണ്. ഒരു സോഷ്യൽ ഇഷ്യൂവിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്തത്. ഇപ്പം ആദ്യം വേണം ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ നമ്മുടെ പ്രവാസികളെ കുറിച്ചിട്ടുള്ള സിനിമകൾ ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പെരുമഴക്കാലം ചെയ്തു ആദ്യം. അത് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ ഒരു കേരളത്തിനെ റിഫോം ചെയ്തതിൽ ഈ പ്രവാസികൾക്കൊരു വലിയ റോളുണ്ട്. എസ്പെഷ്യലി എക്കോണമിക്കലായിട്ടോ ആയാലും ശരി, നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിൽ തന്നെ ഈ പ്രവാസികളുടെ കോൺട്രിബ്യൂഷൻ ഭയങ്കര വലുതാണ്. അവർ അഡ്രസ്സ് ചെയ്തിട്ടുള്ള സിനിമകൾ നേരത്തെ വന്നിട്ടുണ്ട്. ഇപ്പോൾ വിൽക്കാൻ്റെ സ്വപ്നങ്ങൾ വന്നിട്ടുണ്ട്, പിന്നെ ഇപ്പോൾ പത്തേമാരി, അങ്ങനെ പല സിനിമകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കേരളത്തിൽ നിന്ന് വന്നിട്ട് ഇവിടെ പണം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എന്നിട്ട് കേരളത്തിൽ അവർ അനുഭവിക്കേണ്ടി വരുന്ന അവരുടെ പ്രശ്നങ്ങളാണ്, അവരുടെ ഫാമിലി ഇതിലുണ്ടായാൽ സൊസൈറ്റി അവരെ എങ്ങനെ കാണുന്നു എന്നൊക്കെ പറയാനാണ് കൂടുതൽ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ എന്താണ് അവർ അനുഭവിക്കേണ്ടി വരുന്ന അവരുടെ ഇതുകളാണ് ഈ സിനിമകളിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് ഇവിടുത്തെ ലോയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് കൂടുതൽ. ഇപ്പോൾ ഗദ്ദാമയത്തിൽ ഇവിടുത്തെ ഒരു ഇതിൽ, പിന്നെ ഗദ്ദാമൊന്നും എൻ്റെ സബ്ജക്റ്റ് അല്ല, അത് ഒരു ഈ സൗദി അറേബ്യ ബേസ് ആണല്ലോ സിനിമ. സൗദി തന്നെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ട്, അദ്ദേഹം ഇപ്പോൾ ഇല്ല, ഹീസ് നോ മോർ, കെ ഇക്ബാൽ എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹം ഒരു മീഡിയ പേഴ്സൺ ആയിരുന്നു. അദ്ദേഹം ഇങ്ങനെ ഓരോരുത്തർ ഇൻ്റർവ്യൂ ചെയ്യുന്നതൊക്കെ അങ്ങനെ ചെയ്തിട്ട് അദ്ദേഹം അന്ന് ഭാഷാഭൂഷണിയിൽ എഴുതിയ ഒരു ആർട്ടിക്കിളാണ്. അത് ആടുജീവിതം സിനിമ വരുന്നതിന് മുമ്പാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾ ഉണ്ടായിരുന്നത്. അത് 2 ആർട്ടിക്കിൾ ഞാൻ ക്ലബ് ചെയ്തതാണ്. ഒന്ന് ഗദ്ദാമമാരുടെ ലൈഫ്. അന്ന് ഗദ്ദാമ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പോലും നമ്മുടെ നാട്ടിലെല്ലാവർക്കും അറിയില്ല. ആ മൂവി കൂടിയാണ് ആൾക്കാരെല്ലാവരും ചോദിച്ചത് എന്താണ് വാട്ട് ഇസ് ഗദ്ദാമ എന്ന് ചോദിച്ചത്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങളാണ് അതിൽ ഒരു ആർട്ടിക്കിളിൽ ഉണ്ടായിരുന്നത്. മറ്റൊരു ആർട്ടിക്കിൾ ഇടയവിലാപങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ്. ഇടയവിലാപങ്ങളിൽ ഓഫ് കോഴ്സ് നമ്മളിപ്പോൾ ആടുജീവിതത്തിൽ കണ്ടിട്ടുള്ള ഈ പറയുന്ന ഡെസേർട്ടിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ പ്രശ്നങ്ങൾ അതിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഷൈൻ ടോം ചാക്കോ ആദ്യം അഭിനയിച്ച. ഷൈൻ ടോം ചാക്കോൻ്റെ ഒരു ആക്ടിങ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗദ്ദാമയിലാണ് ഫസ്റ്റ് അഭിനയിക്കുന്നത്. അപ്പോൾ ഷൈൻ ചെയ്ത ക്യാരക്ടറാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി, ഈ 2 ആർട്ടിക്കിളും കൂടി ക്ലബ് ചെയ്തിട്ടാണ് ഞങ്ങൾ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തത്. ഞാനും കെ ഗിരീഷ് കുമാറും കൂടി ചേർന്നായിട്ട് സ്ക്രിപ്റ്റ് എഴുതിയത്. അപ്പോൾ അതായിരുന്നു ഗദ്ദാമയുടെ. അപ്പോൾ അന്ന് ഇവിടെ ഞങ്ങൾ UAE-ലാണ് ഷൂട്ട് ചെയ്തത്. കാരണം സൗദിയിൽ അന്ന് ഷൂട്ടിംഗ് പെർമിഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഫുജൈറയിലാണ് ഞങ്ങൾ സൗദിയായിട്ട് ഇത് ചെയ്തത്. അപ്പോൾ അത് ഈ സൗദിയുടെ വാഹനങ്ങളൊക്കെ ഞങ്ങൾ യൂസ് ചെയ്തിരുന്നു, സൗദിയുടെ പോലീസ് വേണ്ടിയൊക്കെ. അത് ഞങ്ങൾ ആർട്ട് ഡയറക്ടർ അങ്ങനെ ഒരു കാറ് അങ്ങനെ ചെയ്തെടുത്താണ്. അത് പോലീസൊക്കെ പിടിച്ചു. അങ്ങനെ അത് കഥകളൊക്കെ ഉണ്ട്. കാരണം ഈ UAE-ലെ പോലീസ് വന്നിട്ട് സൗദിയിലെ കാറ് പെട്ടെന്ന് വരേണ്ടി കഴിഞ്ഞപ്പോൾ അവർ തടഞ്ഞു നിർത്തി. അല്ല, ആദ്യം പേടിച്ചു, അവർ എന്താണെന്ന് വിചാരിച്ചു സൗദിയിലെ കാറ് വരുന്നത്. പിന്നെ അവർക്ക് മനസ്സിലായി, അവർ വയർലെസ്സിൽ ഇത് കൊടുത്ത് അങ്ങനെ കാറ് ഞങ്ങൾ കസ്റ്റഡിയിലെടുത്ത്. പിന്നെ അത് ഞങ്ങളുടെ സ്പോൺസർ ഉണ്ടായിരുന്നതൊക്കെ വന്നിട്ടാണ് പെർമിഷൻ എടുത്തിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ എല്ലാം ബിൽഡിങ്സ് പോലും സൗദിയാണെന്ന് കാണിക്കുന്ന വിധത്തിലാണ് ചെയ്തത്.
അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തപ്പോൾ യു എയിലുള്ള അവിടുത്തെ നേറ്റീവ്സ് പറഞ്ഞു ഞങ്ങൾ ഇത്ര ക്രൂരമായിട്ടൊന്നും ഞങ്ങളുടെ ഗദ്ദാമ്മമാരുടെ ഇത് ചെയ്യാറില്ല. പക്ഷെ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ സൗദിയിലെ ഇതാണ്. അപ്പോൾ ഞാനവരോട് പറഞ്ഞത് സൗദിയിലെ സിറ്റുവേഷനാണ്. സൗദിയിൽ പോലും ഞങ്ങൾക്കറിയില്ല അങ്ങനെ അത്രയും ക്രൂവലായിട്ട് പെരുമാറുന്നത്. അപ്പോൾ ചിലപ്പോൾ എക്സെപ്ഷൻ ആയിരിക്കാം. പക്ഷെ നമ്മൾ ആ സിനിമയിലൂടെ ആ കഥ പറയുകയാണ് ചെയ്തത്. പിന്നെ മറ്റ് സംഭവങ്ങൾ ഡെസേർട്ടിലുള്ള സംഭവങ്ങൾ ഒരുപാട് സ്ഥലത്ത് നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. അത് തന്നെയാണല്ലോ ബെന്യാമിൻ ആടുജീവിതത്തിൽ എഴുതുകയും സിനിമയാവുകയൊക്കെ ചെയ്തത്. അപ്പോൾ അതൊരു സംഭവം. പിന്നെ പെരുമഴക്കാലം ഓഫ് കോഴ്സ് നമ്മൾ റിയലായിട്ട് നടന്നൊരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അത് ഞാനും റസാഖാണ് എൻ്റെ തിരക്കഥ. ഞങ്ങളൊരു പത്രവാർത്ത ഉണ്ട്, റസാഖ് എന്നോട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഇതേപോലെ ഇപ്പൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ദിയ മണിയെക്കുറിച്ചും ബ്ലഡ് മണിയെക്കുറിച്ചിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ മാപ്പ് കൊടുക്കുന്നതിൻ്റെ ഒരു ഇഷ്യൂ ആണ് അന്ന് ആ സിനിമയിൽ നമ്മൾ പറയാൻ ശ്രമിച്ചത്. അപ്പോൾ അതിൽ പറഞ്ഞപ്പോൾ അതിൽ ഞങ്ങൾ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഇൻറ്റൻസിറ്റി ഉള്ളപ്പോൾ തന്നെ ഞങ്ങൾ അത് ഗൾഫിൽ ഷൂട്ട് ചെയ്തിട്ടില്ല. പടം ആ ഗൾഫിൽ ഷൂട്ട് ചെയ്തിട്ടേ ഇല്ല. ഗദ്ദാമയാണ് ഫുള്ളായിട്ട് ഗൾഫിൽ. അതിൻ്റെ റിഫ്ലക്ഷൻസ് എങ്ങനെയാണ് നാട്ടിലുള്ള കഥാപാത്രങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്, അവരുടെ പ്രശ്നങ്ങളും അവരുടെ ട്രോമയാണ്. 2 സ്ത്രീകളിലൂടെയാണ് നമ്മൾ ഫുൾ മഴയുടെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ആ സിനിമ പറയാൻ ശ്രമിച്ചത്. അത് പിന്നെ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തു. ഡോർന്ന് പറഞ്ഞിട്ട് ഹിന്ദിയിൽ വന്നു സിനിമ. എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ പ്രവാസികളുടെ സിനിമ പിന്നെ പലതിലും നമ്മൾ പ്രവാസികളുടെ കഥാപാത്രങ്ങളൊക്കെ നിറയെ വന്നിട്ടുണ്ട്. പെരുമഴക്കാലത്തിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത്, അതിന് ശേഷമാണ് നമ്മൾ അറബിക്കഥ വന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തത് വെച്ചാൽ ഓരോ കാലഘട്ടത്തിൽ ഞാൻ ആദ്യം പറഞ്ഞത് വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ റിലേഷൻഷിപ്സിൻ്റെ കഥകളാണ് ഞാനെല്ലാം പറഞ്ഞിട്ടുള്ളത്. എനിക്കത് മാത്രമേ പറയാൻ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളിപ്പോൾ മലയാള സിനിമയുടെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണല്ലോ ഈ ഭയങ്കര ഹീറോയിസം ഉള്ള സിനിമ, ത്രില്ലേഴ്സ്, അതുപോലെ തന്നെ മാസ് സിനിമ. ഈ മാസ് സിനിമയൊന്നും എനിക്ക് എടുക്കാൻ അറിയില്ല, അതെങ്ങനെയാണെന്നും അറിയില്ല. ഈ സ്റ്റാർസിനെയൊക്കെ അവരുടെ ഇമേജിനെ ഡോമിനേറ്റ് ചെയ്യുന്ന ഫിലിംസ് എടുക്കാൻ എൻ്റെ ഓഫ് കോഴ്സ് എല്ലാ സൂപ്പർ സ്റ്റാർസും എൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും സൂപ്പർ പവറായിട്ട് ഒരു സിനിമ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതൊരു പക്ഷേ എൻ്റെ ഫെയിലിയർ ആയിരിക്കാം അവരെ സംബന്ധിച്ചോളം. കാരണം വെച്ചാൽ അവരെ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണല്ലോ. പക്ഷെ ഞാൻ അവർ ഉപയോഗിച്ചിട്ടുള്ള അവരെ ആസ് എൻ ആക്ടർ അവർ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. മനുഷ്യൻ്റെ ഇങ്ങനെ ഫാമിലി അല്ലെങ്കിൽ ഹ്യൂമൻ എലിമെൻ്റ് ഉള്ള സ്റ്റോറീസ് പറഞ്ഞല്ലോ, അതിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും ഒരു മൂവി ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും സാറിന് ഇമോഷണലി ടച്ച് ചെയ്ത ഒരു തീമോ മൂവിയോ? ഇപ്പം ഞാൻ ഈ പറഞ്ഞു കേട്ടപ്പോൾ എനിക്കൊരു പക്ഷേ പെരുമഴക്കാലം കണ്ടിരിക്കാൻ പറ്റാത്തൊരു മൂവിയാണ്, എന്നാൽ പോലും അത് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. വളരെ ഡെപ്ത് ഉള്ളൊരു തീം സ്റ്റോറി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം സാറിന് മനസ്സിൽ ഇമോഷണലി നമ്മളെ ഹുക്ക് ചെയ്യുന്ന പല രീതിയിലുള്ള ഇമോഷൻസ് ഉണ്ട്. അത് ഒരുപാടുണ്ട്, ഒറ്റയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ആദ്യ സിനിമയിൽ പോയി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാക്കുത്തിക്കാവിലെ അപ്പൂപ്പന്താടി ആദ്യകാലത്ത് ചെയ്ത സിനിമയാണ്. അതിൽ നമുക്കറിയാം കുട്ടിയെ തട്ടിക്കൊണ്ട് പോകുന്നു. അത് പിന്നീട് ആ സമയത്ത് ഒരു വലിയൊരു ഭീതിയായിട്ട് അന്നത്തെ സൊസൈറ്റിയിലെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു. കാരണം കുട്ടികൾ കളിക്കാനൊക്കെ വെച്ചാൽ ആരെങ്കിലും വന്ന് തട്ടിക്കൊണ്ട് പോകും എന്നൊക്കെ ഉള്ളൊരു ഭീതി ഉണ്ടായിരുന്നു. ആ ഒരു ഇൻസിഡൻറ്റ് എന്നെ ഭയങ്കരമായിട്ട് ഹുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പലർക്കും നമുക്ക് തോന്നാം നമ്മുടെ ഒരു കുട്ടിയെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലുള്ള ഒരു പെയിൻ. ആ കുട്ടി പിന്നീട് ആ കുട്ടിയല്ല ആണെന്ന് തിരിച്ചറിയാതെ അതേ ഗ്രാമത്തിൽ വന്നിട്ട് അവൾ തിരിച്ചറിയുന്ന ഒരു മൊമെൻ്റ് എന്നൊക്കെ പറയുന്നത് വല്ലാതെ ഹുക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ പല സിനിമകൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മയിൽ വരുന്നത്. പിന്നെ നമുക്കറിയാം നമ്മൾ പല സിനിമകളിലും പ്രണയമാണ് ഏറ്റവും കൂടുതൽ സിനിമയിൽ തന്നെ, ലോക സിനിമയിൽ തന്നെ, പ്രത്യേകിച്ച് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ പ്രണയത്തിൻ്റെ പല ഇതുകളാണ്. ഓരോ കാലഘട്ടത്തിലനുസരിച്ച് മനുഷ്യൻ തമ്മിലുള്ള പ്രണയത്തിൻ്റെ വ്യത്യാസമുണ്ട്. ഇപ്പം മേഘമൽഹാറിലും അതുപോലെ. അതെ അതെ, അതിലൊരു ക്വീൻ എന്ന് പറയുന്ന ഒരു മൂവി. അതെ മൂവി. തോട്ട് എങ്ങനെയായിരുന്നു സാർ ആ മൂവി? അത് ആക്ച്വലി ഞാനും അത് ഇക്ബാൽ കുറ്റിപ്പുറം എനിക്കന്ന് തിരക്കഥ എഴുതേണ്ടത് അദ്ദേഹമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ഗ്രാംഫോൺ എന്ന് പറയുന്ന സിനിമ ഞങ്ങൾ ഒരുമിച്ചാണ് എഴുതിയത്. ആ സമയത്ത് ഒരു ഡിസ്കഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ പറഞ്ഞൊരു കാര്യം ഇക്ബാലിൻ്റെ അടുത്താണ്. നമുക്ക് ഈ ആഫ്റ്റർ മാരേജ് ഇപ്പോൾ രണ്ടുപേരും കല്യാണം കഴിച്ച ആൾക്കാരാണ്, അവർ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടുന്നു. നേരത്തെ ഒരു കുട്ടിക്കാലത്ത് അവർ തമ്മിൽ അറിയായിരിക്കാം, അവർക്കൊരു ഇഷ്ടമുണ്ടായിരുന്നിരിക്കാം. പക്ഷേ അവർക്കറിയില്ല ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് പരിചയം ഉണ്ടായിരുന്ന ആളാണ്, മറ്റേ ബോയ്ക്കറിയില്ല ഗേള് ആണെന്ന്, തിരിച്ചും അല്ലാന്ന്. അവർ രണ്ടുപേർക്കും 2 ലൈഫുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് വൈഫുണ്ട്, ഒരാൾക്ക് ഹസ്ബൻഡ് ഉണ്ട്, അങ്ങനെ അവർ ജീവിക്കുകയാണ്. ഇവർക്കിടയിൽ പഴയ നൊസ്റ്റാൾജിയ അത് വരുന്ന ഒരു സംഭവമായിട്ട്
പക്ഷേ എങ്കിൽ അതിൻ്റെ എല്ലാ പരിശുദ്ധിയോടും കൂടി നമുക്കിത് അവതരിപ്പിക്കാൻ പറ്റും. അങ്ങനെയാണ് ഒരു സബ്ജക്റ്റ് ഞങ്ങൾ ഫോം ചെയ്ത് വരുന്നു. പിന്നെ ഞാൻ തന്നെയാണ് അതിന് സ്ക്രിപ്റ്റും ഒക്കെ എഴുതിയത്. എനിക്ക് ആ വർഷം ബെസ്റ്റ് സ്ക്രീൻ പ്ലേക്ക് അവാർഡ് കിട്ടുകയും ചെയ്തതിന്. അപ്പോൾ അത് എന്നെ ഭയങ്കരമായിട്ട്, ഞാൻ എഴുതുമ്പോൾ എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. കാരണം ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, എസ്പെഷ്യലി ആ പെൺകുട്ടി കടന്നു പോകുമ്പോൾ അവൾക്ക് അവളുടെ ചുറ്റുമുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം അവളെ സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കരുത് എന്നുള്ളൊരു വലിയ. പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് ചിലപ്പോൾ ആൾക്കാർ, ഇപ്പോൾ പുതിയ ജനറേഷൻ അതിനെ അത്ര വലിയ ഇമോഷണൽ ഇതുണ്ടോ, ഹുക്കുണ്ടോ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ ആ കാലഘട്ടത്തിൽ അത് വല്ലാത്തൊരു ഇമോഷണലി ഒരു പ്രോബ്ലമാറ്റിക് ആവുന്ന ഒരു അവസ്ഥ പെൺകുട്ടി കടന്നു പോകുന്നുണ്ടായിരുന്നു. അതിന് നമ്മൾ മ്യൂസിക്കിൽ കണക്ട് ചെയ്തിട്ടും പിന്നെ അതിൻ്റെ ലിറ്ററേച്ചറും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് അവതരിപ്പിച്ചത്. അങ്ങനെ ഓരോ സിനിമക്കും അതിൻ്റെതായ ഓരോ രീതികളുണ്ടാവും. തീർച്ചയായിട്ടും ഇരുന്ന് പറയാൻ തുടങ്ങി നമുക്ക് ഒരുപാട് പറയാൻ പറ്റും. കാരണം എല്ലാം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, എവിടെയൊക്കെയോ കണ്ടു മറന്ന കുറേ ക്യാരക്ടേഴ്സ്. താങ്ക് യു സോ മച്ച് ഫോർ ഗിഫ്റ്റിംഗ് സച്ച് വണ്ടർഫുൾ സ്റ്റോറീസ് ആൻഡ് ക്യാരക്ടേഴ്സ്. ഈ പണ്ടെന്ന് ഞാൻ എൻ്റെ വായിച്ചുള്ള അറിവാണ്, പണ്ട് സിനിമ തിരക്കഥ എഴുതി കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ കാസ്റ്റിനെ ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ താരങ്ങളെല്ലാം ബിസിയാണ്, അവരുടെ ഡേറ്റ്സിനൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് നേരത്തെ ഡേറ്റ് ബ്ലോക്ക് ചെയ്തിട്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ? അതിൻ്റെ പ്ലസും മൈനസും എന്താണ്? പണ്ടത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ആസ് എ ഡയറക്ടർ എൻ്റെ അടുത്ത് ഒരു പ്രൊഡ്യൂസർ ഇങ്ങോട്ട് വരികയാണ് ചെയ്യുക. പ്രൊഡ്യൂസറും ഞാനും തമ്മിൽ നമ്മളൊരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചതിന് ശേഷം ഒരു റൈറ്റർ ആരെ കൊണ്ട് എഴുതിക്കണം. ഇപ്പം ഞാൻ തന്നെ എഴുതണേ അങ്ങനെ, അല്ലെങ്കിൽ വേറെ റൈറ്റർ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ശ്രീനിവാസൻ ഒരുപാട് കുറേ പടങ്ങൾ എനിക്ക് എഴുതിയിട്ടുണ്ട്, രഞ്ജിത്ത് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഓരോ റൈറ്ററുടെ റസാക്ക്, അങ്ങനെ ആ റൈറ്ററായിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ് ചെയ്യുക. ഇരുന്നിട്ട് എന്ത് തരം സിനിമയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളൊരു തോട്ടാണ്. ആ തോട്ടിൽ നമുക്ക് മമ്മൂട്ടി, മോഹൻലാലിനെ വെച്ച് സ്റ്റാറിനെ വെച്ചിട്ട് പടം ചെയ്യണമെന്ന് പ്രൊഡ്യൂസർ ആഗ്രഹിച്ചിട്ട് പറയും. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം അവരുടെ ഡേറ്റ് ഉണ്ടോ എന്ന് നോക്കുക, എന്നിട്ട് കഥ ആലോചിക്കുക എന്നുള്ളൊരു സംഭവം അന്നുണ്ട്. അപ്പം മമ്മൂക്കയാണെങ്കിലും ലാലൊക്കെ ആണെങ്കിൽ വിളിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുന്നുണ്ട്, അപ്പോൾ ശ്രീനിവാസനാണ്, ഞാനും ശ്രീനിയും കൂടി ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു പറയും. പ്രൊഡ്യൂസർ പറയും, നിങ്ങൾ കഥ വരുമ്പോൾ പറയൂ എന്ന് പറയുന്ന ഒരു സിസ്റ്റമായിരുന്നു. അപ്പോൾ ഡേറ്റ് ഏകദേശം പുള്ളി പറയുന്നത് ഒരു 6 മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങൾ പറയുന്നത്, അവർ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ എപ്പോഴാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കും. അപ്പം നമ്മളും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഞാൻ ബ്ലോക്ക് ചെയ്തേക്കാം. അവർ ആ ഡേറ്റ് ഏകദേശം ബ്ലോക്ക് ചെയ്യും. കമലും ശ്രീനിയും കൂടി ഉള്ള സിനിമ എന്ന് പറഞ്ഞിട്ട് അവർ മെൻ്റലി ബ്ലോക്ക് ചെയ്യും. ചിലപ്പോൾ പ്രൊഡ്യൂസർ കൊണ്ട് പൈസ അഡ്വാൻസ് കൊടുത്തിട്ട് ഡേറ്റ് ബ്ലോക്ക് ചെയ്യും. ഡേറ്റ് എന്ന് വെച്ചാൽ ടെൻറ്റേറ്റീവ് ഡേറ്റ് ആയിരിക്കും. അതിനുശേഷമായിരിക്കും പലപ്പോഴും നമ്മൾ കഥ ആലോചിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ക്യാരക്ടർ വന്നതിന് ശേഷം അല്ലെങ്കിൽ കഥ വന്നതിന് ശേഷം അവരെ വിളിച്ച് പറയുക എന്നല്ലാതെ, എന്നിട്ട് പിന്നെ അവരതിൽ ഇടപെടാറില്ല. ഞാനോ തിരക്കഥാകൃത്തോ തീരുമാനിക്കുന്ന കഥയിൽ അവരഭിനയിക്കുകയാണ്. അവരുടെ ഇൻവോൾവ്മെൻറ്റ് അവിടെ കഴിഞ്ഞു. പിന്നെ അവർ ലൊക്കേഷനിൽ വന്നിട്ട് സിനിമ ചെയ്യുമ്പോൾ അവരുടേതായ ചില സജഷൻസ്, അത് അവരുടെ ക്യാരക്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സജഷൻസ് പറയാമെന്ന് അല്ലാതെ, ഇപ്പം നേരെ തിരിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്കൊരു സിനിമ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ നടക്കില്ല. അതാണ് ഏറ്റവും വലിയത്. അന്ന് അങ്ങനെ നടക്കുമായിരുന്നു. ഇപ്പം എൻ്റെ നെക്സ്റ്റ് മൂവി ഇങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ അത് നടക്കുമായിരുന്നു. ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഒരു പടം ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രൊഡ്യൂസറും ഉണ്ടാവില്ല. മുമ്പെന്ന് വെച്ചാൽ പ്രൊഡ്യൂസർ ക്യൂ നിൽക്കുകയായിരുന്നു നമ്മുടെ അടുത്ത്. മിക്കവാറും ഡയറക്റ്റ് ക്യൂ നിൽക്കുക വെച്ചാൽ അങ്ങനെയല്ല, ഒരു ധാരണ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഒരു പ്രൊഡ്യൂസറും പടം ചെയ്യാൻ വേണ്ടി വരുന്നില്ല. ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ആർട്ടിസ്റ്റുകളുടെ അടുത്താണ് ചെല്ലുന്നത്. അവർ പറയും എനിക്കിങ്ങനെ കമലിനെ കൊണ്ട് ഒരു പടം ചെയ്യും, സത്യനന്ദിക്കാടിനെ കൊണ്ട് പടം ചെയ്യില്ല, ശ്രീബിയെ കൊണ്ട്, അല്ലെങ്കിൽ വേറെ ഡയറക്ടർ ജോഷിയെ കൊണ്ട് പടം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അപ്പോൾ നിങ്ങളൊരു കഥയായിട്ട് വരൂ എന്നാണ് അവർ പറയുക. ഈ കഥ നമ്മൾ ആർട്ടിസ്റ്റിനോട് പറയണം. അത് സൂപ്പർ സ്റ്റാർ, ഇപ്പോൾ നമ്മളിപ്പോൾ മമ്മൂട്ടി, മോഹൻലാലും ഒക്കെ, കാരണം നമ്മളൊക്കെ എത്ര വർഷമായിട്ട് നമുക്കൊരു ബന്ധമുള്ളതാണ്. ഇപ്പോൾ പുതിയ തലമുറ അത് അനുകരിക്കണം. അങ്ങനെയാണ് അവരുടെ അടുത്ത് പോയി കഥ പറഞ്ഞ് അവർക്ക് ആ കഥ ഇഷ്ടപ്പെടണം. അവിടെയാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത കഥയിൽ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അഭിനയിക്കാതിരിക്കാം എന്നുള്ളതല്ല. ഇപ്പോൾ എന്ന് വെച്ചാൽ അവർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ ആ പ്രൊഡ്യൂസർ ആ പടം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തയ്യാറാവുള്ളൂ. ഇപ്പം നമ്മൾ മറ്റേത് അങ്ങനെയല്ല, ഒരു കഥ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ പ്രൊഡ്യൂസർ ഈ ആക്ടർ ഇല്ലെങ്കിൽ നമുക്ക് വേറെ ആക്ടർ വെച്ചിട്ട് ചെയ്യാന്നുള്ള ഒരു ഇതിൽ പ്രൊഡ്യൂസേഴ്സ് തയ്യാറാവരുത്. ഇന്ന് അങ്ങനെയല്ല, ഒരു പെർട്ടിക്കുലർ ആക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ബിസിനസ് സ്റ്റക്കാവും. ആ പ്രോജക്റ്റ് ഉപേക്ഷിക്കും, വേറെ പ്രോജക്റ്റിലേക്ക് പോകും നമ്മൾ. ഇത് ഇപ്പം എനിക്കറിയില്ല, പൊതുവെ അങ്ങനെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറേ യങ് ഡയറക്ടേഴ്സ് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ്പെഷ്യലി ന്യൂ ഡയറക്ടേഴ്സ്, ഒരു പടം 2 പടം ചെയ്തിട്ട് പിന്നെ അവർക്ക് പലപ്പോഴും പടം ചെയ്യാൻ പറ്റാത്തതിന് കാര്യം ഇത് തന്നെയാണ്. അവർ ആദ്യം ഒരു കഥ ഉണ്ടാക്കും, എന്നിട്ട് ഒരു ആക്ടറെ എടുത്ത് പോയി പറയും. അത് ചിലപ്പോൾ അവർ ഒറ്റയ്ക്കായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സും ഉണ്ട്, അവരെല്ലാവരും കൂടി ചേർത്തൊരു കഥ ഉണ്ടാക്കിയിട്ട് ആ ആക്ടർക്ക് ഓക്കെ ആണെങ്കിൽ, ചിലപ്പോൾ ആക്ടർ തന്നെ ഒരു പ്രൊഡ്യൂസർ ഉണ്ടാക്കിയിട്ട് ഈ പ്രൊഡ്യൂസർക്ക് പടം ചെയ്യും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവനെ കൊണ്ടുവന്നിട്ട് പടം ചെയ്യിക്കുകയാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ആദ്യമായിട്ടൊരു പടം കൊടുത്തത് ഈ ആക്ടറാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് ആക്ടറെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ആക്ടർ പറയുന്നു അവരഭിനയിക്കണം, ഇവരഭിനയിക്കണം, അയാൾ ക്യാമറ
ചെയ്യണം, ഇന്ന സ്ഥലത്ത് ഷൂട്ട് ചെയ്യണം, ഇന്ന പോലെ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുസരിക്കേണ്ടി വരുന്നൊരവസ്ഥയുണ്ട്. ഇതിന് മറുവശം മുൻപുണ്ടായിരുന്നു ഈ സംഭവം എന്ന് വെച്ചാൽ വേറെ രീതിയിലാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമയിൽ വിഴുന്നേൽപ്പോഴും മോഹൻലാലാണ് അഭിനയിക്കുന്നത്. അത് മോഹൻലാൽ എന്ന കഥ എന്താണെന്ന് പോലും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ജോൺ പോളാണ് തിരക്കഥ എഴുതുന്നത്. പ്രൊഡ്യൂസർ മോഹൻലാലിൻ്റെ ഡേറ്റ് വായിക്കുകയും ചെയ്തത്. അപ്പോൾ കമൽ അതേപോലെ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് കുറേ പടങ്ങൾ മോഹൻലാലിനോട് വർക്ക് ചെയ്തിട്ടുള്ള പരിചയം വെച്ചിട്ട് ഓക്കെ കമലിനെ എനിക്കറിയാം, കമൽ ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ. അപ്പോൾ എന്നോട് കഥ ചോദിച്ചിട്ടില്ല, ജോൺ പോളിനോട് കഥ ചോദിച്ചിട്ടില്ല. ഡേറ്റ് എടുക്കാറായപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് മോഹൻലാലിൻ്റെ അടുത്ത് പറയുന്നത് ഇതാണ് കഥ, ഇതാണ് ക്യാരക്ടർ, അത് നെഗറ്റീവ് ക്യാരക്ടറാണ് മോഹൻലാൽ എന്നൊക്കെ അങ്ങനെയാണ്. അതിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് അതിൻ്റെ ഡബ്ബിങ് നടക്കുമ്പോൾ മോഹൻലാൽ എന്നോട് ഇങ്ങോട്ട് പറയുന്നത്, മോഹൻലാലിനും കൊച്ചുമെന്ന് പറഞ്ഞിട്ട് മോഹൻലാലിൻ്റെ പാർട്ട്ണറുണ്ട്, അവർക്കൊരു പ്രൊഡക്ഷൻ കമ്പനിയുണ്ട്, അവരൊരു സിനിമ ചെയ്യുന്നുണ്ട്, കമലിന് ചെയ്യാൻ പറ്റുമെന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുകയാണ്. മോഹൻലാൽ ഡബ്ബിങ് നടക്കും, ഫസ്റ്റ് ഫിലിം റിലീസ് ചെയ്തിട്ടില്ല, എനിക്ക് ഓഫർ തരികയാണ് പടം. അപ്പോൾ എനിക്കത് വലിയൊരു സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ അവർ നമുക്ക് ചെയ്യാം. എന്നിട്ട് പിന്നെ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല, കഥ ഉണ്ടാക്കാനായിട്ട് എന്നെ ഏൽപ്പിക്കുന്നു. കമലിന് ഇഷ്ടമുള്ള സിനിമ അതാണ്, ഇഷ്ടമുള്ള സിനിമ ചെയ്തോളൂ, അല്ലെങ്കിൽ ഇന്ന ടൈപ്പ് സിനിമ ചെയ്യണമെന്നല്ല പറഞ്ഞത്. ജോൺ പോൾ എന്നെ തിരക്കഥ എഴുതുന്നു, അങ്ങനെയാണ് ഉണ്ണികളൊരു കഥ പറയാനുണ്ടാകും. കഥയുടെ തിരക്കഥയുടെ ഒരു ഏകദേശം ഫോം അതിന് ശേഷമാണ് ഞാൻ ലാലിൻ്റെ അടുത്ത്, പ്രൊഡ്യൂസർ കൂടിയാണ് മോഹൻലാൽ, ഞാൻ പറയുന്നത് ലാലി നമ്മളിങ്ങനെ ലാലും ഓക്കെ നിങ്ങൾക്കത് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഐ ഡു. ഇതാണ് അതിൻ്റെ ഒരു രീതി ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇങ്ങനെയാണ് നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ലാൽ ജോസ് എന്ന് പറഞ്ഞ എൻ്റെ അസിസ്റ്റൻറ്റ് ആദ്യമായിട്ട് പടം ചെയ്യുന്നത് ഇങ്ങനെയാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ പിന്നെ ലോഹിദാസിൻ്റെ കൂടെയും ലാൽ ജോസ് വർക്ക് ചെയ്തു. മമ്മൂട്ടി കണ്ടിട്ട് അവൻ കൊള്ളാലോ, അവനൊരു പടം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ശ്രീനിവാസൻ തിരക്കഥ എഴുതുകയാണെങ്കിൽ നിനക്ക് ഞാനൊരു ഓഫർ തരികയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ശ്രീനിവാസനും ലാൽ ജോസും കൂടി ആ പടം ചെയ്യുമ്പോൾ മമ്മൂട്ടി അതിൽ അഭിനയിക്കുകയും ചെയ്തത്. അല്ലാണ്ട് ഞാൻ കൊണ്ടുവന്ന പയ്യനാണ്. അപ്പോൾ മമ്മൂട്ടി അങ്ങനെ ഒരുപാട് പേരെ കൊണ്ടുവന്നിട്ടില്ല, പ്ലസ് ചെയ്യും അങ്ങനെ ഒരുപാട്. അവർക്കൊക്കെ അവരുടേതായ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നു ചെയ്യുന്നത്. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെയല്ല, ഫ്ലെക്സിബിലിറ്റി ഇന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുക, പുതിയ ഡയറക്ടേഴ്സ് അവരുടെ ഇഷ്ടത്തിനല്ല സിനിമ ചെയ്യുന്നത്, ഒരു ആക്ടറുടെ ഇഷ്ടത്തിനാണ് എന്നുള്ളതാണ്. ആ പുതിയ ഡയറക്ടേഴ്സിൻ്റെ ഒരു വലിയൊരു ബാരിയറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ ജോണറിലുള്ള പടങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള സിനിമകൾ വരുന്നില്ല. വേറൊരു ആസ്പെക്ട് നമ്പർ ഓഫ് മൂവീസ്, വോള്യൂം ഓഫ് പ്രൊഡക്ഷൻ ഒരുപാട് കൂടുതലല്ലേ കമ്പയർഡ് ടു പഴയ മൂവീസ്. അത് ഈ ക്രിയേറ്റിവിറ്റിയുടെ ടാലൻറ്റ് അല്ലെങ്കിൽ ക്വാളിറ്റി എഫക്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരുപാട് സിനിമകൾ വരുന്നുണ്ടല്ലോ. അല്ല, അതിന് കാരണം 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, സിനിമ ഇപ്പം നമ്മുടെ കയ്യിലായി കഴിഞ്ഞെന്ന് പറയില്ലേ. കാരണം വെച്ചാൽ മൊബൈലിൽ സിനിമ എടുക്കുന്ന കാലമാണ്. മുമ്പെന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രോസസ്സുണ്ട്, ടെക്നോളജിയൊക്കെ അങ്ങനെയായിരുന്നു അന്ന്. ഇന്നിപ്പോൾ ആർക്കും വേണമെങ്കിലും സിനിമ എടുക്കാം. അപ്പം നമുക്ക് ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇന്ന ടൈപ്പ് സിനിമ ചെയ്യണമെന്നൊരാളോട്. അപ്പോൾ സ്റ്റാർസ് ഇല്ലാണ്ടും സിനിമ എടുക്കാനായിട്ട് പ്രൊഡ്യൂസേഴ്സ് വരുന്നുണ്ടെങ്കിൽ ലോ ബഡ്ജറ്റിൽ ഒരുപാട് സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഡയറക്ടേഴ്സ് വരുന്നു, ഒരുപാട് റൈറ്റേഴ്സ് വരുന്നു, ഒരുപാട് ചെറിയ ആക്ടേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ഫീച്ചേഴ്സ് കൂടുന്നതിന് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അത് ഗ്രാജുവലായിട്ടുള്ളൊരു വളർച്ച തന്നെയാണ്. നമുക്കറിയാം, ഇപ്പോൾ ഒരു സിനിമ 50 വർഷം മുമ്പ് ചിലപ്പോൾ ഒരു വർഷം 25 പടം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് 100 പടത്തിലേക്ക് എത്തി. അതൊക്കെ ഒരു ഗ്രാജുവലായിട്ട് വളർച്ച തന്നെയാണ്. നമ്മൾ അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഈ ഒരു സ്റ്റാൻഡ് ചെയ്യാന്നുള്ള വലിയ പ്രശ്നമാണ്. ഇപ്പം നിങ്ങൾ എൻ്റെ ഒരു സിനിമ 40 വർഷത്തിന് മുമ്പ് ഞാനെടുത്ത, അല്ലെങ്കിൽ 35 വർഷം മുമ്പ് ഞാനെടുത്തൊരു സിനിമയെക്കുറിച്ച് ഇപ്പോഴും സംസാരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 50 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയെക്കുറിച്ച് നമ്മളിപ്പോഴും ഓർക്കുന്നുണ്ടെങ്കിൽ, അതാണ് അതിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്. അല്ലാണ്ട് തിയേറ്ററിൽ അപ്പം അത് ഓടി എന്നുള്ളത് മാത്രമല്ലല്ലോ. അങ്ങനെ ലോങ് സ്റ്റാൻഡ് ചെയ്യണ സിനിമകൾ ഇപ്പോൾ എത്ര ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ്. 6 മാസം കഴിഞ്ഞ് ആ സിനിമയുടെ പേര് പോലും നമ്മൾ മറന്നു പോകുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ, മുമ്പുണ്ടായിരുന്നത് ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു ഗോൾഡൻ ഇറ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടല്ലോ. ഇപ്പോൾ ഒരു ഇന്ന ഡയറക്ടറുടെ പടം എന്ന് പറഞ്ഞിട്ട് ആണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ ഫാസിലിൻ്റെ സിനിമ, കമലിൻ്റെ സിനിമ, സിബി മലയിൻ്റെ സിനിമ എന്നൊക്കെ പറയും. അതിൽ മമ്മൂട്ടി ഉണ്ടാവും, മോഹൻലാൽ ഉണ്ടാവും. എന്നാലും ഞങ്ങളുടെ സിനിമ എന്ന് പറഞ്ഞിട്ട് അതിന് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഏതെങ്കിലും ഒരു സംവിധായകൻ്റെ സിനിമ എന്ന് പറയുന്നുണ്ടോ? താരങ്ങളുടെ സിനിമ എന്ന് പറഞ്ഞത് ഭയങ്കര ഹിറ്റ് അടിച്ചൊരു സിനിമ. ഇപ്പോൾ പെട്ടെന്ന് ഞാൻ പറയുന്നത്, ഇപ്പോൾ മഞ്ഞു വേൾഡ് ബോയ്സ് ഒരു സൂപ്പർ സ്റ്റാർ അഭിനയിച്ച സിനിമയല്ല. ഒരു സാധാരണ ഒരു ആളോട് ലേവാനോട് ചോദിക്കുന്നത് അതിൻ്റെ ഡയറക്ടറായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പേര് പറയാൻ പെട്ടെന്ന് കിട്ടില്ല. അതൊരു വലിയ പ്രശ്നമാണ്. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. അപ്പോൾ താരങ്ങളുടെ പേരിലാണ് സിനിമ അറിയപ്പെടുന്നത്. അപ്പോൾ മമ്മൂട്ടി, മോഹൻലാലും, ഇപ്പോൾ ഫഹദ് ഫാസിൽ, പൃഥ്വിരാജ് കഴിഞ്ഞാൽ അതിന് താഴെ വരുന്ന ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ഒരു ആക്ടറുടെ പേരിൽ പോലുമാണ് ആ സിനിമകൾ അറിയപ്പെടുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥ വലിയ പ്രശ്നം തന്നെയാണ്. അത് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ അങ്ങനെ വന്നുപോയതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
സാർ ഇപ്പോൾ ബെർലിൻ ഞാൻ ആദ്യം ചോദിച്ചിരുന്നു, ബെർലിന് 15 വർഷം മുന്നേ അല്ലേ വന്നത്? ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു കേരള സമാജത്തിൻ്റെ ഒരു പ്രോജക്റ്റ് അല്ലേ? പ്രോഗ്രാമിനാണ് അവിടെയും ഒരു സിനിമ പ്രദർശനം ഉണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ എനിവേ സമാജമായിട്ടുള്ള എക്സ്പീരിയൻസിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്ന? സമാജത്തിലെ ആൾക്കാരെ എനിക്ക് വ്യക്തിപരമായിട്ടൊക്കെ പലരും അറിയാമെന്നില്ലാതെ സമാജമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രോഗ്രാമിന് ഞാൻ വന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ വരുന്നത്. ഞാൻ നേരത്തെ വന്നത് ഇതുപോലെ, അത് സമാജമാണോ അതിൻ്റെ പുറകിൽ നിന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതുപോലെ ഒരു കൾച്ചറൽ പ്രോഗ്രാമിനാണ് ഞാൻ വന്നത്. അതിന് മുമ്പ് ഒരു പ്രാവശ്യം കൂടി മുമ്പ് വന്നിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നത് ജയറാമിൻ്റെ ഹണിമൂൺ പീരീഡിലാണ്. അപ്പോൾ എത്ര വർഷം ഞാൻ ജയറാമും പാർവതിയും ശ്രീനിവാസനും അന്നത്തെ കുറേ ആക്ടേഴ്സും ഷോ ആയിരുന്നു. അത് സ്റ്റേജ് ഷോ പല സ്ഥലത്തുണ്ടായിരുന്നു. GCC എല്ലാവരും ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അതാണ് ഫസ്റ്റ് ടൈം ഞാൻ ബഹറിനിൽ വരുന്നത്. അങ്ങനെയൊക്കെയുള്ള എനിക്ക് ബഹറിനായിട്ടുള്ളൂ. പിന്നെ ബഹറിനിലുള്ള ഒരുപാട് മലയാളി സുഹൃത്തുക്കൾ എനിക്കുണ്ട്. എൻ്റെ നാട്ടുകാരും ഒരുപാട് പേരുണ്ട്. അടുത്ത പ്രോജക്റ്റ് എന്തെങ്കിലും? ഞാനിപ്പോൾ ഒരു തിരക്കഥ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് ഒരു വലിയ പ്രോജക്റ്റാണ്, ഒരു ബയോപിക്കാണ്. പക്ഷേ അതിനിപ്പോൾ അത് ഓപ്പണായിട്ട് പറയാൻ എനിക്ക് ഇതുണ്ടായത് വെച്ചാൽ JC ഡാനിയൽ സെല്ലുലോയിഡ് എന്ന് പറഞ്ഞ സിനിമയിൽ അതിനുശേഷം അതുപോലൊരു ബയോപിക്കാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ ബയോപിക്ക് സെല്ലുലോയിഡ് ചെയ്തു, ആമി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ബയോപിക്കാണ്. വളരെ എന്താ പറയുക, ആൾക്കാർ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരാളുടെ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇല്ല, അതൊന്ന് ഉടനെ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ട് ഇപ്പം ഞാനത് പറയുന്നില്ല, എനിക്കിപ്പോൾ അനൗൺസ് ചെയ്യാനായിട്ടില്ല. അപ്പോൾ അത് എഴുതിക്കൊണ്ടിരിക്കും. അടുത്ത വർഷം ഉണ്ടാവും? മിക്കവാറും ഉണ്ടാവണം. ഞാൻ സാറ് വളരെ ഫ്രീക്വന്റ് ആയിട്ട് സിനിമ എടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി. അത് കഴിഞ്ഞൊരു 3 വർഷം കഴിഞ്ഞിട്ടാണ് വിവേകാനന്ദൻ വരുന്നത്. ഇനി ഒരു 3 വർഷം കഴിയണോ ബയോപിക്കിന്? നിങ്ങൾ വെയിറ്റ് ചെയ്യണം? അല്ല, അന്ന് നേരത്തെ കുറച്ച് ഗ്യാപ്പ് വന്നതെന്ന് വെച്ചാൽ ഞാനന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് അന്ന് ഒഫീഷ്യലായിട്ട് കുറച്ച് തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് കുറേ ഗ്യാപ്പ് വന്നു. പിന്നെ ആ കോവിഡൊക്കെ വന്ന് ആ സമയത്തൊക്കെ ഞാൻ ചലച്ചിത്ര അക്കാദമിയുടെ ഇതിലായിരുന്നു. ആ റോളിൽ എങ്ങനെയായിരുന്നു? ഞാൻ കംഫർട്ടബിൾ ആയിരുന്നു. എസ്പെഷ്യലി അന്ന് മിനിസ്ട്രി ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു. ഒരു കാര്യത്തിൽ ഇൻ്റർഫിയർ ചെയ്തിട്ടില്ല. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു ഇൻ്റർഫിയർ ഉണ്ടായില്ല. നമ്മളൊരു കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്ത ഒരു 5.5 വർഷം ഞാൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്നു. ആ സമയത്ത് ഞാൻ ആമി എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. പക്ഷേ എന്നാൽ പോലും എനിക്ക് ഗ്യാപ്പ് വന്നിരുന്നു ഭയങ്കരമായിട്ട്. ഇപ്പം ഞാൻ കുറച്ച് കമ്പാരിറ്റീവ്ലി ഫ്രീ ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് ഞാനിപ്പോൾ 2-3 വർഷമായിട്ട് ഇതിൻ്റെ പുറകിലാണ്, ഈ സ്ക്രിപ്റ്റിൻ്റെ പുറകിലാണ്. അപ്പോൾ കുറച്ച് റിസർച്ചുകളും കാര്യങ്ങളും കേട്ട് എഴുതി ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പോൾ തീർന്നിട്ട് വേണം ഈ പറഞ്ഞ മാതിരി ഞാനൊരു സ്റ്റാറിനെ, ആ ക്യാരക്ടർ ആര് ചെയ്യുന്നുള്ളത് പോലും എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്നാലേ പറ്റുള്ളൂ. എനിക്ക് ആ സ്റ്റാറിനായിട്ട് സംസാരിക്കണം. അയാൾക്ക് വില്ലിങ് ആണെങ്കിൽ ഈ മൂവി സംഭവിച്ചാൽ ഞാൻ വിചാരിക്കുന്നത് സെല്ലുലോയിഡ് പോലെ വളരെ ശ്രദ്ധിക്കാവുന്ന ഒരു മൂവി ആകും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ തന്നെ ആകട്ടെ. വി ലുക്ക് ഫോർവേഡ് ടു ഇറ്റ്. താങ്ക് യു വെരി മച്ച് സർ, ഇത്രയും സമയം സംസാരിച്ചതിനും. ബഹറിനിലെ ഉള്ളവരോട് എന്താണ് യുവർ ഫൈനൽ റിമാർക്സ്? എന്തെങ്കിലും പറയാനുണ്ടോ ആരാധകരോട്? ആരാധകരുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ അതെ. പക്ഷെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമുക്കറിയാം, നമ്മളിപ്പോൾ ഗൾഫിലേക്ക് പോകുമ്പോൾ അവരിന്നിപ്പോൾ കേരളത്തിൽ ജീവിക്കുന്ന മലയാളികളെക്കാളും കൂടുതൽ നമ്മുടെ ഭാഷയും നമ്മുടെ കൾച്ചറിനെയും നമ്മുടെ സിനിമയും ഒക്കെ തന്നെ കൂടുതൽ ഹൃദയത്തിനോട് ചേർത്ത് നിർത്തുന്നവരായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിപ്പോൾ ഏത് കൺട്രിയിൽ പോയി കഴിഞ്ഞാലും മലയാളികളുള്ള പ്രവാസികൾ, പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിൽ പോയാൽ അത് കാണാൻ പറ്റും. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ബഹ്റൈനിലുള്ളത്. നമുക്കറിയാം, ബഹ്റൈനിലുള്ള നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ ഇപ്പോഴും അവർക്ക് സിനിമ ഒരു പാഷനാണ്. നമ്മുടെ മലയാളിത്തമുള്ള സിനിമകൾ അതുകൂടി പറയണമല്ലോ നമ്മൾ. പിന്നെ എനിക്ക് തോന്നിയത് ബഹ്റിൻ വളരെ ശാന്തമായ ഒരു രാജ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇന്നിപ്പോൾ വന്ന് കണ്ടപ്പോഴും എനിക്ക് വലിയ ക്രൗഡഡ് അല്ല അധികം. ഇപ്പോൾ ദുബായിലൊക്കെ പോണ മാതിരിയുള്ള അത്രയും ക്രൗഡഡായിട്ട് തോന്നുന്നില്ല. വളരെ പീസ്ഫുള്ളായിട്ട് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു കൺട്രി ആയിട്ട് തോന്നുന്നു. ഇവിടുത്തെ നിയമങ്ങളും ഒക്കെ തന്നെ എന്താ പറയുക, ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ സമാധാനത്തോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കൺട്രി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. Thank you very much, sir. Thank you for taking your time. Okay. Kamal's cinemas do not come to a closure എന്നാണ് എനിക്കിപ്പോൾ പറയാൻ തോന്നുന്നത്. കാരണം ഓരോ മൂവിയുടെയും ദി എൻഡ് കഴിഞ്ഞിട്ട് ക്യാരക്ടേഴ്സ് ലൈക്ക് ഓർഫൻസ്, അനാഥ കുട്ടികളെ സ്നേഹിക്കുന്ന എബി ആയാലും, ഇഷ്ടപ്പെടണോ വെറുക്കണോ എന്നറിഞ്ഞുകൂടാത്ത ശ്രുതി, മഴയത്ത് മുമ്പിലെ ശ്രുതി ആയാലും, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത രാജീവും നന്ദിതയും, മേഘമൽഹാറിലെ, അല്ലെങ്കിൽ ഗിരിയും മീനാക്ഷിയും കൃഷ്ണകുടിയും, ഈ ക്യാരക്ടേഴ്സൊക്കെ ഓഫ്കോഴ്സ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട, ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന മാധവിക്കുട്ടിയെ അങ്ങനെ തന്നെ സ്ക്രീനിലേക്ക് എടുത്തു വെച്ച മഞ്ജു വാര്യറിലൂടെ ആമിയും, ഇതെല്ലാം ഇറ്റ് ഓൾ ലിംഗേഴ്സ്.
after the screen fades out, it lingers. The stories continue. The characters speak to you. So, next phase, we are looking forward to this biopic for yet another character and yet another story. Yes, the story continues. And that was the one and only Kamal joining us on The Next Guest, only from the 973 show. And this is Rajiv Unikrishnan signing off.